ഇനി അടുത്തത് മുഖ്യപ്രഭാഷകൻ മുസ്തഫ സഖാഫി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ മോങ്ങം മഹല്ല് റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകർ അലവി ഹാജി, മജാൽ അബ്ദുറഹ്മാൻ ഹാജി, നാണി സാഹിബ്, മറ്റു സഹോദരന്മാരെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, ഈ ജിദ്ദ മോങ്ങം മഹല്ല് റിലീഫ് കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അല്ലാഹു തആല നമുക്ക് ആഖിറത്തിലേക്ക് ഉപകാരപ്രദമായ കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ദീർഘമായ സംസാരത്തിനും ഒന്നും ഒരുങ്ങുന്നില്ല. ഇത്തരം വേദികളിൽ കൂടുതലായി പ്രസംഗവും ഉദ്ബോധനവും ആവശ്യവുമില്ല. ഒരുപാട് പരിപാടികളും മറ്റും ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ ഏതാനും കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. റിലീഫ് എന്ന് പറഞ്ഞാൽ കാര്യമായി പാവങ്ങളെ സഹായിക്കണം. ഇപ്പൊ ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചത്, ഒരു വർഷത്തെ റിപ്പോർട്ട് ആണല്ലോ ഇവിടെ വായിച്ചത്. പാവപ്പെട്ടവരായ പെൺകുട്ടികളെ കെട്ടിക്കാൻ സഹായിക്കുക, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ വേണ്ട സഹായം നൽകുക, മറ്റ് രോഗങ്ങളിലും മറ്റും പെട്ട് പ്രയാസപ്പെട്ട് ചികിത്സിക്കാൻ സാമ്പത്തികമായ കഴിവില്ലാത്തവർക്ക് അതിനുവേണ്ട സാമ്പത്തികമായ ശേഷിയും സഹായവും നൽകുക. ഇത് ഏറ്റവും ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ വളരെ നിർബന്ധമായ സാമൂഹ്യമായ ബാധ്യത ആണ്. ഫർള് കിഫായ എന്നാണ് അതിന് പറയുക. സാമൂഹ്യമായ ബാധ്യതയാണ്. സ്വാഭാവികമായും ഗൾഫിലൊക്കെ എത്തിപ്പെട്ടാൽ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും പല തിന്മകളുടെയും പിന്നാലെ പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, കേരളത്തിൽ നിന്ന് വന്നവരായ ആളുകൾ, മലയാളികൾ ഇവിടെ സൗദിയിലേക്കോ അല്ലെങ്കിൽ UAE-യിലേക്കോ ഒമാനിലേക്കോ ബഹ്റൈനിലേക്കോ ഖത്തറിലേക്കോ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോയവർ, അവരെ പറ്റി വിവരങ്ങളില്ല. ഉമ്മ കാത്തിരിക്കുന്നു. നമ്മൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഇപ്പോ ഒരു മലയാളി, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വായിച്ചു, നൌഷാദി എന്ന് പറഞ്ഞൊരു മലയാളിയും വേറെ 2-3-4 ശ്രീലങ്കക്കാരും വധശിക്ഷ കാത്തു കഴിയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആ നൌഷാദി എന്ന ആ സഹോദരനും വേറെ 2-3 ആളുകളും കൊലക്കേസിൽ പെട്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് അവരുടെയൊക്കെ സാഹചര്യങ്ങൾ മോശമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നിരക്കുള്ള കൂട്ടുകെട്ടുകളിലും പെട്ട് പല ആളുകളും സ്വന്തം ഭാര്യമാരെ, സ്വന്തം ഭാര്യയെക്കുറിച്ച്, സ്വന്തം മക്കളെക്കുറിച്ചുള്ള ആ ചിന്തയും, സ്വന്തം ഉമ്മായെക്കുറിച്ച്, വാപ്പായെക്കുറിച്ചുള്ള ഓർമ്മയും നഷ്ടപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ മറക്കുന്ന ചുറ്റുപാട്, വേറെ പല തിന്മകളുടെയും പിന്നാലെ പോകുന്ന ചുറ്റുപാട്, ഈ ഒരവസ്ഥ നമ്മൾ കാണുകയാണ്, നമ്മൾ പത്രങ്ങളിലൂടെ അറിയുകയാണ്. എന്നിട്ട് നൊന്ത് പെറ്റ ഉമ്മമാര് കിടപ്പാടം പണയപ്പെടുത്തിയിട്ടും ഉമ്മാന്റെ സ്വന്തം ഭാര്യയുടെയും പെങ്ങളുടെയൊക്കെ പണ്ടങ്ങൾ, ആഭരണങ്ങൾ പണയം വെച്ച് വിറ്റ് വിസ വാങ്ങി അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ചാകുമ്പോഴേക്കും
അവസ്ഥകളൊക്കെ മറന്നുപോവുകയാണ്. സ്വന്തം ഭാര്യമാരെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും സ്വന്തം മഹലിനെക്കുറിച്ചും മറന്നുപോവുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ പത്രത്തിൽ കണ്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാത്തവരല്ല. ഗൾഫിൽ അവരാരും മരിച്ചുപോയവരല്ല കൂടുതൽ ആളുകൾ. പിന്നീട് അവരെ പറ്റി പിടുത്തം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഒരു അവസ്ഥയിൽ കുറെ ആളുകൾ നല്ലവരായ കുറെ മുസ്ലിം സഹോദരന്മാരും ആണ് കൂടുതലുള്ളത്. അല്ലാത്തവരുമുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരും ഇതുമായി സഹകരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിലും മുൻ പ്രസംഗങ്ങളിൽ നിന്ന് എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് ഇൻഷാ അല്ലാഹ് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാകണം ഈ മോങ്ങം മഹല്ല് റിലീഫ് കമ്മിറ്റി. അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നല്ലവരായ ആളുകൾ ഇവിടെ വന്ന് സംഘടിച്ചു. ഇടക്കിടക്ക് എല്ലാ മാസത്തിലും ആദ്യത്തെ വെള്ളിയാഴ്ച ഷർഫിയ മോങ്ങം ഹൌസിൽ ചേരുന്ന കമ്മിറ്റി യോഗത്തിൽ നാട്ടിൽ നിന്നും വന്ന സഹായ അഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് യോഗത്തിൽ കൂട്ടായി എടുക്കുന്ന തീരുമാനപ്രകാരമാണ് സഹായധനം അനുവദിക്കുന്നത്. അതിന് ഇവിടുത്തെ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സഹായധനം അനുവദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാനും അതുപോലത്തെ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഇഷ്ടം പോലെ കത്ത് നാട്ടിൽ നിന്ന് വരും. ഇതൊരു മഹലിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ, മഹലിൽ നിന്ന് കത്ത് ഒരുപാട് വരും. നമുക്കുള്ള പ്രശ്നം കത്തിന്റെ കുറവല്ല, സഹായിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. ഈ 10,000 ഉറുപ്പിക ഓരോരുത്തരും പല ആൾക്കാർക്ക് 10,000 കൊടുത്തു, ചിലർക്ക് 5,000 കൊടുത്തു എന്ന് ഇവിടെ പറഞ്ഞല്ലോ. 5,000 ഒന്നും ആയിട്ടല്ലപ്പോ. ഈ 10,000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒന്നുമല്ല. പക്ഷേ എങ്കിലും നമ്മൾ സാമൂഹികമായി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സഹായങ്ങൾ ശേഖരിച്ച് സംഭാവനകൾ ശേഖരിച്ച് എത്തിച്ചു കൊടുക്കുക, അത് നമ്മുടെ കടമയാണ്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടും അത്തരം പരിപാടികളും അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള സംരംഭങ്ങളും ഇതൊക്കെയാണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പരിപാടിയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടുതലായി സഹകരിക്കണം. കാരണം മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിച്ചു ഏതാനും ദിവസങ്ങൾ. ആ ഹിറാ ഗുഹയിൽ താമസിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന് റിസാലത്ത് കിട്ടുകയാണ്, പ്രവാചകത്വം കിട്ടുകയാണ്, വഹി കിട്ടുകയാണ്. വഹി എന്ന സംഗതി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കിട്ടിയതല്ല. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാകുമെന്ന് ആദം അലൈഹിസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരും സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആദം അലൈഹിസ്സലാം മുതൽ ഉള്ള ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുമുള്ളവർ, ആ റസൂലിന്റെ പിതാക്കന്മാർ, അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അവരൊക്കെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, അവരൊക്കെ ഈ ആശയം ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്റെ തലമുറയിൽ ഇങ്ങനൊരു മകൻ വരാനുണ്ട്, പ്രവാചകൻ വരാനുണ്ട്. ഖുർആൻ പണ്ഡിതനായ ധാരാളം അറബ് ലോകം കണ്ട പണ്ഡിതന്മാര് ഖുർആൻ പഠിച്ച ഇമാം ബൂസീരി വരെ പറഞ്ഞിട്ടുണ്ട്, അബാന മൗലിദുഹു അൻ തീബി ഉൻസുരിഹി എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്റെ പിറവി പെട്ടെന്ന് സുപ്രഭാതത്തിലുണ്ടായ ഒരു പിറവിയല്ല, പെട്ടെന്ന് വന്ന ഒരു പ്രവാചകത്വമല്ല, ലോകം കാത്തിരുന്നതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിറാ ഗുഹയിൽ ചെന്ന് ജിബ്രീലിനെ കണ്ടു, പനി പിടിച്ചു, തിരിച്ചു വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ച് തിരിച്ചു വരാൻ കാരണമെന്താണ്? അല്ലാഹുവിന്റെ റസൂലിന് ജിബ്രീലിനെ കണ്ട പേടിയുണ്ടായതുകൊണ്ടല്ല, ജിബ്രീലിനെ കണ്ട പേടി കൊണ്ടല്ല, നമ്മളെപ്പോലെ അല്ല അല്ലാഹുവിന്റെ റസൂൽ. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഓ നബിയെ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി കിട്ടപ്പെടുന്ന അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യമായ ഉത്ബോധനങ്ങൾ വഹി ലഭിക്കുന്ന ആളാണ് ഞാൻ.